അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 100-ലധികം സ്ത്രീകൾ 12 വർഷത്തിലധികമായി മുടങ്ങാതെ ആറ്റുകാലിലേക്കുള്ള യാത്രയാണിത്. വർഷങ്ങളായി ആറ്റുകാലെത്തി പൊങ്കാല അർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു കാത്തിരുന്നവരും ഇക്കുറി കൂട്ടത്തിലുണ്ട്. 83-കാരിയായ ശാന്തമ്മയ്ക്ക് ഈ യാത്ര അങ്ങനെ ഒരു ആഗ്രഹ പൂർത്തീകരണമാണ്. എല്ലാ കൊല്ലവും ടിവിയുടെ മുമ്പിലിരുന്ന് കാണുമായിരുന്നു. ഈ കൊല്ലം അതിനൊരു ഭാഗ്യം കിട്ടി. ഇനിയും വൈകിച്ചാൽ പോകാൻ പറ്റില്ല എന്നൊരു തോന്നലായി. അതുകൊണ്ടാണ് ഈ കൊല്ലം പോകുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ക്ഷേത്ര ദർശനം നടത്തിയുമാണ് ആറ്റുകാലിലേക്കുള്ള യാത്ര. എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ഭഗവതി എനിക്ക് നടത്തി തന്നു. അതുകൊണ്ടാണ് ഞാൻ തുടർന്ന് പോണത്. ഇക്കൊല്ലം വയ്യ, അടുത്ത കൊല്ലം വേണ്ട എന്ന് വിചാരിക്കും. പക്ഷെ ആ സമയമാകുമ്പോൾ നമുക്ക് അവരെ ഭയങ്കര ഒരു ആഗ്രഹമാണ് അമ്മയ്ക്ക് പോയി പൊങ്കാല അർപ്പിക്കുക. എത്ര ദൂരെയാണെങ്കിലും പോയി, എത്ര കഷ്ടപ്പാടാണെങ്കിലും അർപ്പിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം. നല്ല സന്തോഷമാണ്. ഇപ്പം പലരെയും പരിചയപ്പെടാൻ സാധിക്കും, അറിയാത്തവരും എല്ലാവരും. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇടാറുള്ളത്. ഇരിങ്ങാലക്കുട സ്വദേശിയായ അംബികയാണ് സ്ത്രീകൾക്കായി ഇങ്ങനൊരു യാത്ര ഒരുക്കുന്നത്. കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തവർക്ക് ആറ്റുകാലെത്താൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. ഞങ്ങൾ പൊങ്കാലയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുക. നമ്മൾക്ക് ജസ്റ്റ് ഒരു വിളക്ക്, പായസക്കൂട്ട് ഇത്ര മാത്രം നമ്മൾ കയ്യിൽ വെക്കണ്ടു. ബാക്കിയെല്ലാം ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പൂനെന്നാണ് വരുന്നത്. പിന്നെ എല്ലാവരും ഞങ്ങൾ ബന്ധുക്കളും കസിൻസും നാത്തൂമാരും അങ്ങനെയാണ്. ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണ് ആദ്യം കൊല്ലാന്ന് പറഞ്ഞത്. ആറ്റുകാൽ യാത്രയ്ക്കായി ഓരോ വർഷവും കാത്തിരിക്കുന്നവരാണ് ഏറെയും. നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ദേവി നടത്തി തരും എന്നുള്ളൊരു സങ്കല്പമാണല്ലോ എല്ലാത്തിനും. എല്ലാ കൊല്ലവും ഈ സമയമാകുമ്പോൾ ഞങ്ങൾ ഈ 5 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 5 പേരുണ്ട്. 5 പേര് ഞങ്ങൾ ഓടിക്കൊണ്ട് വരും. ദേവി വിളിക്കും ആ സമയമാകുമ്പോൾ വരൂ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് വർഷമായിട്ട് വരുന്ന കുറേ പേരുണ്ട്. അവരൊക്കെ പറഞ്ഞ് കേട്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാനും പോകുന്നത്. എറണാകുളം, തൃശൂർ ജില്ലയിൽ നിന്നുള്ള സ്ത്രീകളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര ഒരുക്കുന്നത്. 3 ബസ്സുകളിലായി ആറ്റുകാൽ അമ്മയെ കാണാൻ 100-ലധികം സ്ത്രീകൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.